Hello and welcome to another episode of Leap by IAS Factor. ഇന്നത്തെ 5 MCQs നമ്മൾ കടക്കുകയാണ്. Here is the first question. Consider the following statements about the report on vital statistics of India. Recently, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണിത്. റിപ്പോർട്ട് ഓൺ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് റെപ്രസെന്റ്സ് എ കമ്പൈലേഷൻ ഓഫ് ഡേറ്റ ഓൺ രജിസ്റ്റേർഡ് ബർത്ത്, ഡെത്ത്സ്, ഇൻഫന്റ് ഡെത്ത്സ് ആൻഡ് സ്റ്റിൽ ബർത്ത്. അതായത് ഈ റിപ്പോർട്ടിനുള്ളിൽ, റിപ്പോർട്ട് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബർത്ത്, ഡെത്ത്, ഇൻഫന്റ് ഡെത്ത്, സ്റ്റിൽ ബർത്ത് തുടങ്ങിയവരുടെ ഡേറ്റ കമ്പൈൽ ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. സോ അറിയത്തില്ല, അത് അവിടെ വെക്കാം. നെക്സ്റ്റ് വൺ, ദിസ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അണ്ടർ മോസ്പി. സോ രണ്ട് വ്യത്യസ്ത സ്റ്റേറ്റ്മെന്റ്സ്, രണ്ട് ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യം പ്രയോഗിച്ചാൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിരിക്കുന്നത് എന്തിനാ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇങ്ങനെ കേവലം ആ ഒറ്റ ഫാക്ട് പറയാൻ വേണ്ടിയിട്ട് മാത്രം, അതും അതിനകത്ത് വേറെ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നില്ല, ഒന്നും പറയാതെ ഒരു സ്റ്റേറ്റ്മെന്റ് തനിയായിട്ട് അവിടെ തന്നിരിക്കാൻ. അത് പറയുന്നത് എന്താ? ഇതുപോലെ ഒരു മിനിസ്ട്രിയുടെ പേര്, അല്ലെങ്കിൽ ഒരു നമ്പർ എന്തും ആവാം. ചിലപ്പോൾ ഒരു എമൗണ്ട്, തുകയാവാം, ചിലപ്പോൾ ഒരു ഇയർ ആവാം, ചിലപ്പോൾ ഒരു ഡേറ്റ് ആവാം, ചിലപ്പം വേറെ എന്തിൻ്റെ ഒരു നമ്പർ ആവാം. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം, അതായത് എന്തിൻ്റെങ്കിലും കൂട്ടത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എന്നാൽ ഒറ്റയ്ക്ക് തനിച്ച് അതിനെ പറയുമ്പോൾ നമ്മൾ അതിനെ ഡൗട്ട് അടിക്കേണ്ടിയിരിക്കുന്നു. അതേ സിറ്റുവേഷനാണ് ഇവിടെ. നോക്കൂ, റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ NSO അണ്ടർ മോസ്പി എന്ന് പറയുമ്പോൾ അത് NSO ആണ്, മോസ്പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇടാനുള്ള സാധ്യത വളരെ കുറവല്ലേ? ആരുടെ മൈൻഡ് സെറ്റിൽ? ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ മൈൻഡ് സെറ്റിലാണ് ഞാൻ പറയുന്നത്. സാധ്യത കുറവല്ലേ എന്നാണ് പറയുന്നത്, സാധ്യത ഇല്ല എന്നല്ല, സാധ്യത കുറവല്ലേ. അതായത് ഇവിടെ ഇപ്പം വേറെ എന്തെങ്കിലും പറയുക, ഫോർ എക്സാമ്പിൾ ഇന്ന റിപ്പോർട്ട് പ്രകാരം ഇത്ര ശതമാനം, അതായത് NSO പ്രിപ്പയർ ചെയ്ത, മോസ്പിക്ക് കീഴിലുള്ള NSO പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് പ്രകാരം ഇത്ര അധികം ആളുകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ മറ്റൊരു ഫാക്ട് പറയുവാണ്. അതായത് ആ ഒരു നമ്പർ പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു വേറൊരു കാര്യം പറയാനായിട്ട് പറഞ്ഞ കൂട്ടത്തിലാണ് NSO എന്നും മോസ്പി എന്നും ഒക്കെ എഴുതി പോയേക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡൗട്ട് ചെയ്യുന്നതിന് സാധ്യത കുറച്ച് കുറവാണ്. പക്ഷെ ഇതങ്ങനല്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കാൻ വേണ്ടി മാത്രമായിട്ട് ആ ഒരു പർട്ടിക്കുലർ സാധനം, ഏത് ഈ നമ്പർ പോലെ തന്നെ ഒരു മിനിസ്റ്ററുടെ പേര് എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്കിത് തെറ്റാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ലോജിക്കാണ് ഞാനിവിടെ പ്രയോഗിക്കുന്നത്. ആ ലോജിക്ക് പ്രയോഗിച്ച് 2 എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഒന്നുകിൽ A ആയിരിക്കും അല്ലെങ്കിൽ D ആയിരിക്കും നമ്മുടെ ശരി ഉത്തരം. 50-50 ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളവർക്ക് 50-50 എത്തി നിൽക്കുകയാണ്. വേറെ മാർഗമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതിലും ഒരെണ്ണം അടിക്കുക. ഇവിടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു എയോ ഡിയോ അടിക്കേണ്ടതെന്ന് തോന്നുന്നിടത്ത് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ റിപ്പോർട്ടിന്റെ പേരെന്താ? വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാ അല്ലേ? വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ. സോ ഏറ്റവും വൈറ്റലായിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ബർത്തിന്റെ കണക്ക്, ഡെത്തിന്റെ കണക്ക്. അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈറ്റലായിട്ടുള്ള കണക്കുകളിൽ പെടുന്നതാണ് എന്ത്? ആ രാജ്യത്ത് എത്ര പേർ ജനിച്ചു, എത്ര പേർ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. സോ ആ ഒരു ലോജിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ 1 ഞാൻ ട്രൂ ആയിട്ട് എടുക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറയുന്നത് എയോ ഡിയോ ഏത് അടിക്കണം എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒന്നും കൂടെ ഉറപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ കരുതാം, ഇതൊക്കെ ഒരു വൈറ്റൽ അല്ലേ, വൈറ്റലായിട്ടുള്ള ഒരു സ്റ്റാറ്റാണ് ഇതൊക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ 1 ഉള്ളിലേക്ക് അടിക്കാം. അതായത് 50-50 വന്ന് നിന്നതിന് ശേഷവും ഞാൻ ഒരു ഉറപ്പിൽ നടത്തി ഞാൻ അടിക്കുക. ഞാൻ പറഞ്ഞല്ലോ 50-50 നിൽക്കുക, ശരിയാവാം തെറ്റാവാം, 50-50 ചാൻസ് ആണുള്ളത്. സോ ധൈര്യമായിട്ട് അടിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ പറയാനുള്ളൂ. നമ്മളൊരെണ്ണം അടിച്ചിട്ടുണ്ട്, A1 ഉള്ളി. നോക്കൂ, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ പ്രിപ്പയർ ചെയ്യുന്നത്, ഇറ്റ്സ് പ്രിപ്പയർഡ് ബൈ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം അണ്ടർ ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ, ഹോം മിനിസ്റ്ററി. അപ്പൊ ഹോം മിനിസ്ട്രിക്ക് കീഴിലുള്ള സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത് മോസ്പിക്ക് കീഴിലല്ല, കാരണം വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സാണ്.
വൈറ്റൽ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? ഡെത്ത്, ബർത്ത്, സ്റ്റിൽ ബർത്ത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന വൈറ്റലായിട്ടുള്ള ഇൻഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ അത് മോസ്പി അല്ല കണക്കെടുപ്പ് നടത്തുന്നത്, പകരം ഹോം മിനിസ്ട്രിയാണ്. കാരണം എന്തുകൊണ്ടാ? നമ്മൾ നമ്മുടെ മരണം, ജനനം ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന എവിടേക്കാ ഡേറ്റ പോവുക? അത് രജിസ്ട്രാർ ജനറൽ എന്ന് പറഞ്ഞൊരു ഓഫീസ് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? സെപ്പറേറ്റ് ഓഫീസാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ജനനം നടന്ന മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. സോ ഇത് ബേസിക്കലി എവിടെയൊക്കെ ഈ ഡേറ്റ എല്ലാം പോവുക? രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസിലേക്കാണ് ഈ പറയുന്ന ഡേറ്റ എല്ലാം പോവുക. സോ അങ്ങനത്തെ കണക്കെടുപ്പുകൾ, പോപ്പുലേഷനെ സംബന്ധിക്കുന്ന കണക്കെടുപ്പുകളല്ല എവിടെയാണുള്ളത്? ഹോം മിനിസ്ട്രിയുടെ കയ്യിലാണുള്ളത്. സോ വൺ ഓൺലി ഇസ് ദി റൈറ്റ് ആൻസർ. നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സ്നോ ലെപ്പേർഡ് റേഞ്ച് കൺട്രീസ്? സ്നോ ലെപ്പേർഡിനെ കുറിച്ച് ഈ അടുത്തിടയ്ക്ക് മിക്കവാറും എല്ലാ ന്യൂസ് പേപ്പറുകളിലും ന്യൂസ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഡൗൺ ടു എർത്തിൽ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ചോദ്യമാണ്, സ്നോ ലെപ്പേർഡ് ഉള്ള രാജ്യങ്ങൾ ഇതിലെ ഏതൊക്കെ? നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ സ്നോ ലെപ്പേർഡ് കാണുന്ന ഏരിയ എവിടെയാണ്? ഇന്ത്യ, അത് മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി. ഇന്ത്യയിൽ സ്നോ ലെപ്പേർഡ് കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻ അല്ലേ? ഹിമാലയൻ റീജിയനിൽ, അതായത് നമ്മുടെ ഇങ്ങ് മുതൽ ഇങ്ങ് വരെ കിടക്കുന്ന ആ ഹിമാലയൻ റീജിയനിലാണ് നമുക്ക് പലയിടത്തായിട്ട് സ്നോ ലെപ്പേർഡ്സിനെ കാണാനാവുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹിമാലയാസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹിമാലയയുടെ രണ്ട് എൻഡുകളും നോക്കുക, അവിടെ മുതൽ ഇവിടം വരെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേപ്പാൾ ഈസി ആയിട്ട് നമുക്ക് ട്രൂ അടിക്കാം. കാരണം എന്താ? നമ്മുടെ ഡയറക്റ്റ് ഒത്ത ഹിമാലയത്തിന് നടുക്ക് തന്നെയല്ലേ കിടക്കുന്നത്. അതെ, അഫ്ഗാനിസ്ഥാൻ നമുക്ക് ടിക്ക് ചെയ്തൂടെ? കാരണം എന്താ? ഇതിങ്ങ് വന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റീജിയനിലല്ലേ ഇത് വന്ന് നിൽക്കുക. നമുക്ക് അങ്ങോട്ട് ഈ പറയുന്ന പോലെ എന്താ കാരക്കോറം റേഞ്ച് അങ്ങനെ കിടക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനും നമുക്ക് അടിക്കാം. ഇനി ഇതിനകത്ത് രണ്ട് ഡൗട്ടാണുള്ളത്. ഏത്? 1ഉം 3ഉം കറക്റ്റ് ആയി കഴിയുമ്പോൾ ഇതൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ? കാരണം എല്ലാത്തിനും 1ഉം 3ഉം ഉണ്ട്, 1ഉം 3ഉം ഉണ്ട്, 1ഉം 3ഉം ഉണ്ട്. അപ്പം ഒരു കൃത്യം ഒരെണ്ണം ഉറപ്പിക്കാൻ ഇപ്പോഴും പറ്റത്തില്ല, കാരണം എ, ബി ഓർ ഡി ആവാം. ഇനി മംഗോളിയ ആൻഡ് ഫിൻലാൻഡ് രണ്ടെണ്ണത്തിൽ നമ്മൾ ഉറപ്പിക്കണം. നിങ്ങൾക്ക് ഇതിൽ രണ്ട് രാജ്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലോജിക്കലി അടിക്കാൻ പറ്റുന്ന രാജ്യം ഏതാ? ഫിൻലൻഡ് ആണോ മംഗോളിയ ആണോ? നമ്മളിപ്പം തിങ്ക് ചെയ്ത സെൻസിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഹിമാലയാസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയുണ്ട്? ഹിമാലയാസ് ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈന കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോഴാണ് എന്ത് കിടക്കുന്നത്? മംഗോളിയ. സോ ഇവിടെ നിന്ന ഒരു സ്നോ ലെപ്പേർഡ് ഇതേ ക്ലൈമാറ്റിക് കണ്ടീഷനുള്ള രാജ്യങ്ങളാണ് ഇവിടെ എല്ലാം അല്ലേ? ചൈനയുടെ വലിയൊരു ഭാഗം ഫുൾ എന്താ എപ്പോഴും കോൾഡ് ക്ലൈമറ്റാ. അതുപോലെ കാണാം മംഗോളിയ ഹെവി കോൾഡ് ക്ലൈമറ്റാ. കാരണം ഒന്നാമത് ഭയങ്കരമായിട്ട് ലാൻഡ് ലോക്ക്ഡ് ആണ്. അപ്പോൾ ആ ഒരു കോണ്ടിനെന്റാലിറ്റി ഒക്കെ കാരണം ഭയങ്കരമായിട്ട് തണുപ്പ് ഏരിയകളാണ്, മഞ്ഞൊക്കെ നല്ല പോലെ പെയ്യുന്ന ഏരിയകളാണ്. അപ്പം ഈ മംഗോളിയക്കാണോ ചാൻസ്, അതോ ഇതിൽ നിന്നൊക്കെ വേർപെട്ട് യൂറോപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള എവിടെ ഫിൻലാൻഡിലാണോ ചാൻസ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത്, മംഗോളിയയും ഞാൻ അടിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത് ഫിൻലൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ പൊതുവേ സ്നോ ലെപ്പേർഡിനെ കേട്ടിട്ടുള്ളത് ഈ ഒരു ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അല്ലേ? പൊതുവേ ഏഷ്യൻ രാജ്യങ്ങളിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ യൂറോപ്പിൽ അധികം നമ്മളങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോജിക്കലി ഞാൻ എന്തെടുക്കും? ഫിൻലൻഡിനെ ഒഴിവാക്കി എന്ന് കരുതുക. സോ 1, 2, 3 എന്ന് പറയുന്ന ഒരു ആൻസറിലേക്കായിരിക്കും ഞാൻ അങ്ങനെ പോവുക. കാരണം ജോഗ്രഫിക്കലി ഭയങ്കര ഡിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ഏരിയകളാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പം അഫ്ഗാനിസ്ഥാൻ ആയാലും നേപ്പാൾ ആയാലും മംഗോളിയ ആയാലും ചൈന ആയാലും അല്ലെങ്കിൽ റഷ്യ ആയാലും ഇതൊക്കെ ജോഗ്രഫിക്കലി അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അതിൽ നിന്നൊക്കെ വിട്ടിട്ട് യൂറോപ്പിൻ്റെ ഒക്കെ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഒരു രാജ്യം, അവിടെയൊക്കെ ഇതുണ്ടാവും എന്ന് ഞാനെങ്ങും വായിച്ചിട്ടില്ല. യൂറോപ്പിൽ എവിടെയും ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് ഒരു നോർമൽ പത്രം വായനക്കാരൻ്റെ മൈൻഡ് വെച്ചിട്ടാണ്. ഞാൻ എന്തെടുക്കും? ഫിൻലൻഡ് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം ഫാക്ട് ബോക്സിലേക്ക്. സോ സ്നോ ലെപ്പേർഡിൻ്റെ സയൻറ്റിഫിക് നെയിം പാന്ത്ര അൻസിയ എന്ന് പറഞ്ഞിട്ടാണ്. ഇറ്റ്സ് ലിസ്റ്റഡ് ആസ് വൾണറബിൾ. എപ്പോഴും ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ പല കുട്ടികളോടും ഒറ്റയടിക്ക് ചോദിക്കുമ്പോൾ ഇതിനെ എൻഡേഞ്ചേർഡ് എന്നും ഒക്കെ പറയാറുണ്ട്. സ്നോ ലെപ്പേർഡ് ഒരു വൾണറബിൾ മാത്രമാണ്, എൻഡേഞ്ചേർഡ് ഒന്നും അല്ല. അത്യാവശ്യം നല്ല പോപ്പുലേഷൻ അതിൻ്റെ ഉണ്ട്.
ഇന്ത്യയിലേക്ക് നോക്കൂ. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിമാചൽ, സിക്കിം, ജമ്മു, ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഉത്തരാഞ്ചൽ ആൻഡ് അരുണാചൽ പ്രദേശ് ഈ ഏരിയകളിലാണ് ഇതിനെ കൂടുതലായിട്ട് കാണുന്നത്. ആൻഡ് സ്നോ ലെപ്പേർഡ് റേഞ്ച് എവിടൊക്കെയാണെന്ന് നോക്കിയേ. സൗത്തിൽ ഹിമാലയ തൊട്ട് തുടങ്ങി ടിബറ്റൻ പ്ലേറ്റോ കടന്ന് സെൻട്രൽ ഏഷ്യ തുടങ്ങി അങ്ങ് സൈബീരിയ വരെ, അതായത് ചുരുക്കം പറഞ്ഞാൽ ഹിമാലയാസ് മുതൽ അങ്ങ് റഷ്യയിലെ സൈബീരിയ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിൽ നമുക്ക് എന്ത് കാണാനൊക്കും? സ്നോ ലെപ്പേർഡിനെ കാണാനൊക്കും. അപ്പൊ ഒന്നാലോചിച്ചേ, ഇങ്ങനെ സൗത്തിൽ ഹിമാലയാസ് മുതൽ, അതായത് ഇന്ത്യ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മുകളിലോട്ട് കിടക്കുന്ന മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കസക്കിസ്ഥാന്, മംഗോളിയ, ചൈന, റഷ്യ, അങ്ങനെ സൈബീരിയ വരെ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. സോ ഇത് ഓർമ്മയിൽ വെക്കണം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീസെന്റ് സീൻ ഇൻ ന്യൂസ്, വാട്ട് ഡസ് ബെസ് സ്റ്റാൻഡ് ഫോർ? ബെസ് എന്താണെന്നാണ് ചോദ്യം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ട് പത്രത്തിൽ വന്നിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് ബെസ് എന്ന് പറയുന്നത്. അതെന്താണ്? ബ്യൂറോ ഓഫ് എൻവയോൺമെന്റൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, തെറ്റ്. ബൈനറി എൻക്രിപ്ഷൻ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, തെറ്റ്. ബാറ്ററി എനർജി സിസ്റ്റം സ്റ്റോറേജ്, ശരി. അവിടെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിളായിട്ട് UPSC ചോദ്യം ചോദിക്കും, പക്ഷേ നമ്മളത് പഠിച്ചു വെക്കണം. ഇതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കുന്നത് മെയിൻസിലേക്കാണ് ഈ ഒരു ടോപ്പിക്ക്. കാരണം ഇപ്പൊ റീസെന്റ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒല എന്ന് പറയുന്ന കമ്പനി ഒല ശക്തി എന്നും പറഞ്ഞിട്ട് എത്ര നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് പുറത്തുപിടിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇനി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബസ് അവർ ലോഞ്ച് ചെയ്തു, ഒല ശക്തി എന്നുള്ള പേരിൽ. നിങ്ങളത് പത്രത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിസിനസ് ന്യൂസ് ഒന്നും പൊതുവെ ആരും വായിക്കത്തില്ല, പക്ഷേ അതിന്റെ പുറകിൽ കിടക്കുന്ന UPSC കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകും. ഒല ശക്തി എന്ന് പറഞ്ഞിട്ട് ഒല പുതിയൊരു ബസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റമായിട്ട് വന്നിരിക്കുകയാണ്. സോ എന്താണ് ബസ്? Bus stores electrical energy from power grid or renewable sources in rechargeable batteries and then release it when needed. So basically ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസിൽ കേട്ടിട്ടുള്ളത് ഈ റിന്യൂവബിൾ എനർജി സോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസ് ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലറായ സ്ഥിതിക്ക് ഇപ്പോൾ ഈവൻ കേരളത്തിൽ പോലും KSEBയോട് എല്ലാവരും ആവശ്യപ്പെടുന്നത് എന്താ? അവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യൂ എന്നാണ്. കാരണം എന്തുകൊണ്ടാ? ഡേ ടൈമിൽ ഈ പറയുന്ന റൂഫ് ടോപ്പ് സോളാറിൽ നിന്ന് ഭയങ്കര രീതിയിൽ എന്തുണ്ടാവുന്നുണ്ട്? പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെറുതെ ഗ്രിഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. അത് രാത്രിയാകുമ്പോൾ എന്ത് പറ്റും? ഈ പ്രൊഡക്ഷൻ ഇല്ല. രാത്രിയാകുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ എന്ത് വേണം? കൺവെൻഷണൽ ആയിട്ടുള്ള സോഴ്സസിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും, അവിടെ നിന്ന് യൂസ് ചെയ്യും. അതായത് പകൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് ഒഴിവാക്കാനായിട്ട് എന്ത് വേണം? ബസ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് KSEBയോട് പറയുന്നു. ഇപ്പോൾ അതിന് പകരം നമ്മൾ വീടുകളിൽ ഓരോരുത്തർക്കും ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വെക്കാനുള്ള സംരംഭമായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ഒല ശക്തി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രോഗ്രാം ഒല കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് നമുക്ക് UPSCക്ക് ഏറ്റവും ബെസ്റ്റ്. നെക്സ്റ്റ് വൺ ഫ്രം എക്കണോമി, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് കറക്റ്റ്? ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് കറക്റ്റ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റേഷ്യോ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് റേഷ്യോയിലോട്ട് ഇടുക. സോ ബേസിക്കലി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് ICOR എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട്, അതായത് എക്സ്ട്രാ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് വേറെ രീതിയിൽ ഞാൻ എഴുതാം. ആനുവൽ ഇൻവെസ്റ്റ്മെന്റ്. ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓരോ തവണയും ഇടുന്ന എക്സ്ട്രാ ക്യാപിറ്റലിനെ ആണല്ലോ. സോ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ഔട്ട്പുട്ട്, ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ആ ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഇടുന്ന ക്യാപിറ്റൽ, അതിനാണ് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ ആനുവലി ഞാൻ എത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തി, സോ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ആനുവൽ ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ 4 ഓപ്ഷൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ നോക്കൂ. എ ലോ ICOR ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ക്യാപിറ്റൽ ഈസ് ബീങ് യൂസ്ഡ് മോർ പ്രൊഡക്റ്റീവ്ലി. അപ്പം ICORന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ, അതായത് ഈ റേഷ്യോയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ എന്താണെന്ന് പറയുന്നു? ക്യാപിറ്റൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു.
അപ്പൊ ഈ റേഷ്യോയുടെ വാല്യൂ കുറയണമെങ്കിൽ എന്ത് വേണം? ഇത് കൂടണം അല്ലേ? അതായത് ഔട്ട്പുട്ട് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഔട്ട്പുട്ട് കൂടണം എന്തിനേക്കാളിലും? ക്യാപിറ്റലിനെക്കാളിലും. അതായത് ന്യൂമറേറ്റർ താഴോട്ടോ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ മുകളിലോട്ടോ വരണം. അതായത് റേഷ്യോയുടെ വാല്യൂ കുറയണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ കൂടണ്ടേ, അല്ലെങ്കിൽ ന്യൂമറേറ്റർ കുറയണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം. ആ റേഷ്യോയുടെ വാല്യൂ കുറയണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയണമെങ്കിൽ. ആ സെൻസിലാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ ഔട്ട്പുട്ട് കൂടണം, അല്ലെങ്കിൽ ആനുവലി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയണം. സി സ്റ്റേറ്റ്മെന്റ് 1 അന്നേരം കറക്റ്റ് ആയിട്ട് വരുന്നില്ലേ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ചേ, ICOR കുറയുക, ലോവർ ICOR എന്ന് പറഞ്ഞാൽ ICOR കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഔട്ട്പുട്ട് കൂടുക എന്നാണ്. ഔട്ട്പുട്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റീവായി എന്നല്ലേ അതിനർത്ഥം? ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി ഇവിടെ നോക്കിയിട്ട് വരാം. എ ഹയർ ICOR വാല്യൂ ഈസ് പ്രിഫേർഡ് ബിക്കോസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എൻറ്റിറ്റീസ് പ്രൊഡക്ഷൻ ഈസ് എഫിഷ്യൻറ്റ്. ICOR കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഫിഷ്യൻസി കൂടുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കിയേ. ICOR കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റല് കൂടണം, ഔട്ട്പുട്ട് കുറയണം. ഇതിലേതെങ്കിലും ഒക്കെ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല, പ്രത്യേകിച്ച് ഔട്ട്പുട്ട് കുറയുമ്പോൾ അല്ലേ? അതായത് ഈ റേഷ്യോ കൂടണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ കുറയുകയോ ന്യൂമറേറ്റർ കൂടുകയോ വേണം. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം. മനസ്സിലായില്ലേ? അപ്പം ഔട്ട്പുട്ട് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫിഷ്യൻസി ഇല്ല എന്നാണ് അർത്ഥം, പ്രത്യേകിച്ച് ക്യാപിറ്റൽ കൂടുന്ന അവസ്ഥയിൽ. അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് തെറ്റാണ്, നമ്മൾ ഈ പറഞ്ഞ എ ശരിയാണ് എന്ന് നമ്മൾക്ക് കണ്ടെത്താം. ഇനി സിയും ഡിയും കൂടെ ഒന്ന് നോക്കിപ്പോവാം. It directly explains the relationship between level of investment made in the economy and subsequent increase in technology upgradation. See, ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ ലെവലും ടെക്നോളജി അപ്ഗ്രഡേഷനും തമ്മിലുള്ള ഡയറക്റ്റ് ഇതൊന്നും കിട്ടുന്നില്ല. ഇവിടെ എന്താ? ആനുവൽ ഇൻവെസ്റ്റ്മെന്റും ആനുവൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻ മാത്രമാണുള്ളത്. സോ ദാറ്റ് മീൻസ് സി ഈസ് ഓൾസോ റോങ്. ആൻഡ് ICOR is not applicable to developing countries. ഒരു വിയേർഡ് ഓപ്ഷൻ ആണ്. വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ് ഓൾസോ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴായാലും റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അതിനെ അങ്ങോട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതിയിടുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എഴുതിയിട്ടു. നമ്മുടെ കയ്യിലുള്ളത് എന്താ? ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട്. സോ ICOR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര എക്സ്ട്രാ ക്യാപിറ്റൽ ഇടണം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു രൂപ ഔട്ട്പുട്ട് എക്സ്ട്രാ കൊണ്ടുവരാനായിട്ട് 10 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്ന് കരുതുക. 1 രൂപ എക്സ്ട്രാ ഔട്ട്പുട്ട് കിട്ടാനായിട്ട്, എക്സ്ട്രാ ഔട്ട്പുട്ടാണ് പറയുന്നത്, മനസ്സിലായി? 1 രൂപ എക്സ്ട്രാ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് 10 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞാൽ ICOR = 10. ഇനി അതേ സ്ഥാനത്ത് 5 രൂപ ഇട്ടപ്പോൾ 1 രൂപയുടെ എക്സ്ട്രാ 1 രൂപ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര? ICOR = 5. കണ്ടോ? ICOR 10ൽ നിന്നും 5ലേക്ക് കുറഞ്ഞപ്പോൾ എന്തു പറ്റി? ക്യാപിറ്റൽ കുറഞ്ഞു. ദാറ്റ് മീൻസ് ചെറിയ ക്യാപിറ്റലിൽ തന്നെ എന്ത് കിട്ടി? നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ വലിയ ഗ്യാപ്പിൽ ഇട്ടപ്പോഴാണ് ആ സെയിം ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെ സെയിം ഔട്ട്പുട്ട് ചെറിയ ഗ്യാപ്പിൽ ഇട്ടപ്പോൾ കിട്ടിയപ്പോൾ ദാറ്റ് മീൻസ് ലോവർ ICOR ഈസ് ഗുഡ് എന്നാണ് അവിടുത്തെ അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ വേണം നിങ്ങൾ റേഷ്യോ റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദ്യം വന്നാലും ഇങ്ങനെ എഴുതിയാൽ മതി. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചോദ്യത്തിനും ആൻസർ ചെയ്യാനൊക്കും. നോക്കുക, അറേഞ്ച് ദി ഫോളോയിങ് റീജിയൻസ് ഇൻ ദി ഡിക്രീസിംഗ് ഓർഡർ ഓഫ് എലിഫന്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എലിഫന്റ് പോപ്പുലേഷൻ വെച്ചിട്ട്, എലിഫന്റ് എപ്പോഴും UPSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കേട്ടോ. നിങ്ങൾ പ്രിലിംസ് എടുത്ത് നോക്കിയാൽ കാണാം, ടൈഗർ പോലൊക്കെ തന്നെ UPSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് എലിഫൻസിനെ കുറിച്ചായിരിക്കും. എലിഫൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് വരെ ചോദിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്, അല്ലേ? അതായത് എലിഫന്റ് പോപ്പുലേഷനെ ലീഡ് ചെയ്യുന്നത് ഫീമെയിൽ എലിഫന്റ് ആണെന്നും എലിഫന്റ് കൂട്ടമായിട്ടാണ് കഴിയുന്നതെന്നും ഒക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. നോക്കാം, നമ്മുടെ ഇവിടുത്തെ ചോദ്യം അതല്ല. നമുക്ക് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് എലിഫന്റ് പോപ്പുലേഷൻ അനുസരിച്ച് ഈ റീജിയൻസിനെ അറേഞ്ച് ചെയ്യണം. 1 നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് ബ്രഹ്മപുത്ര ഫ്ലഡ് പ്ലെയിൻസ്. 2 വെസ്റ്റേൺ ഗാഡ്സ്. 3 സെൻട്രൽ ഇന്ത്യ ആൻഡ് ഈസ്റ്റേൺ ഗാഡ്സ്. ആൻഡ് 4 ശിവാലിക് ഹിൽസ് ആൻഡ് ഗാൻജറ്റിക് പ്ലെയിൻസ്. നമുക്ക് ഒരെണ്ണം ഷുവറാണ്. ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്നത് എവിടെയായിരിക്കും? ഒരു നോർമൽ ആസ്പിരന്റിന്റെ മൈൻഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ
ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്നത് എവിടെയായിരിക്കും? വെസ്റ്റേൺ ഗാട്സിലായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം കർണാടകയും തമിഴ്നാടും കേരളവും എല്ലാത്തിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ വെസ്റ്റേൺ ഗാട്സിൽ ഉള്ളത്രയും ആനയൊന്നും ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇല്ല. അപ്പോൾ വെസ്റ്റേൺ ഗാട്സ്, ദാറ്റ് മീൻസ് 2 ഒന്നാമതെത്തണം. അപ്പോൾ ഇതും പോയി ഇതും പോയി. സോ ദാറ്റ് മീൻസ് ബി ഓർ ഡി വിൽ ബി ദി റൈറ്റ് ആൻസർ. ഇനിയാണ് ഡൗട്ടുകൾ വരാൻ പോകുന്നത്. ഓക്കെ, അടുത്തതിനകത്ത് ബിയിൽ നോക്കിയാൽ 2, 3 ആണ്, ഡിയിൽ നോക്കിയാൽ 2, 1 ആണ്. സോ ഐദർ നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് ബ്രഹ്മപുത്ര ഫ്ലഡ് പ്ലെയിൻസ്, അല്ലെങ്കിൽ എന്ത് വേണം? സെൻട്രൽ ഇന്ത്യ ആൻഡ് ഈസ്റ്റേൺ ഗാട്സ് നമുക്ക് എടുക്കാം. ഇതിലേത്? സി, നമ്മളിവിടെ മലയാളികൾ എന്നുള്ള രീതിയിൽ ഒന്നാമത് ആനയെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ അറിവുള്ള ഒരു സമൂഹമാണ്. ഇതൊന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമകളെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ആനയെ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ നമുക്ക് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നമ്മൾ അതിനകത്ത് ഈ സിനിമയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഏറ്റവും കൂടുതൽ എന്താ? ഈ ആനയെ അങ്ങ് എവിടുന്ന് കൊണ്ടുവരുന്നു? ബീഹാർ സൈഡിൽ നിന്നും കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിന്നാണ് ആനകളെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. അതായത് ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു ലോജിക്ക്. രണ്ടാമത് നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ അൺഡിസ്റ്റർബ്ഡ് ഫോറസ്റ്റ് ഉള്ളത് എവിടെയാ? വെസ്റ്റേൺ ഗാട്സിന്റെ ഉള്ളിലെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അൺഡിസ്റ്റർബ്ഡ് ഫോറസ്റ്റ് ഉള്ളത് നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലാണ് അല്ലേ? ഡിസ്റ്റർബ് ചെയ്യപ്പെടാത്ത ഫോറസ്റ്റ് അവിടെ നല്ല പോലെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പേഴ്സ് ആയിട്ടാണ് വനങ്ങളുള്ളത്. അപ്പം പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഒരു ഡെസിഡ്വസ് ഫോറസ്റ്റ് വളരെ കൂടുതലാണ്. അതും ഒരു തിക്ലി പോപ്പുലേറ്റഡ് ഒന്നും അല്ല സെൻട്രൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ. ഈസ്റ്റേൺ ഗാട്സിലേക്ക് നോക്കുമ്പോഴും കുറേയൊക്കെ അങ്ങനെയുണ്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റിലേക്ക് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ അങ്ങനെയല്ല. നോർത്ത് ഈസ്റ്റ് കുറേ കൂടെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്, അൺഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ലോജിക്കലി, ഇതാണ് ലോജിക്ക് എന്ന് ഞാൻ പറയുന്ന കാര്യം, ബ്ലൈൻഡ് ഗസ് അല്ല, ലോജിക്ക്. നമ്മളിങ്ങനെയാണ് ഡിഫറൻറ്റ് നമ്മുടെ മുന്നിലുള്ള ഒബ്സർവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗസ് അടിക്കേണ്ടത്, അല്ലാതെ ബ്ലൈൻഡ് ഗസ് ഒരിക്കലും പാടില്ല, ഒബ്സർവേഷൻസ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ലോജിക്ക് വർക്കൗട്ട് ആവുക. ഞാൻ ആൻസർ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. ഞാൻ എക്സാം ഹോളിൽ ഇരുന്നാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു തരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ചോയ്സ് എപ്പോഴും ഞാൻ നോർത്ത് ഈസ്റ്റിനെ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എന്തിനെ എടുക്കത്തുള്ളൂ? ഇതോ അല്ലെങ്കിൽ ഇതോ എടുക്കത്തുള്ളൂ. ഇനി ബിയിലോട്ട് നോക്കുകയാണെങ്കിൽ 4 ആണ് ലാസ്റ്റ് ഓപ്ഷൻ, ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ആണ് ലാസ്റ്റ് ഓപ്ഷൻ. വീണ്ടും കൺഫ്യൂസിങ് ആണ്. സെൻട്രൽ ഇന്ത്യ വേണോ, ശിവാലിക് ഹിൽസ് ആൻഡ് ഗാൻജറ്റിക് പ്ലെയിൻസ് വേണോ? വീണ്ടും ഡൗട്ട്. സി, നേരത്തെ പറഞ്ഞ ലോജിക്കാണ് ഞാൻ കുറച്ചും കൂടെ എടുക്കുക. എന്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ബീഹാർ, അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഈ ആന ന്യൂസൊക്കെ വരുമ്പോൾ. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലും എന്താണ് ഈ ആനയുടെ വലിയ മേളകൾ നടക്കാറുണ്ട്. ഈ മേളകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ നാട്ടിൽ കേട്ടിട്ടുള്ള വമ്പൻ ആനകളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നമ്മൾ ഫേമസ് ആനകളുടെയൊക്കെ പേര് പറയുന്ന കേട്ടില്ലേ, മംഗലാംകുന്ന്, കർണൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആനകളൊക്കെ വന്നിട്ടുള്ളത് ഈ വടക്ക് നോർത്ത് ഈസ്റ്റ് സൈഡുകളിൽ നിന്നൊക്കെയാണ്. അപ്പം ഏറ്റവും വലിയ ആനച്ചന്തകൾ നടക്കുന്ന ഏരിയ സോൻപൂർ, ഗജമേള എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആനക്കച്ചവടം നടക്കുന്ന ഏരിയകളാണ്. അപ്പോൾ ബീഹാർ, യു പി എന്നൊക്കെ നോക്കുമ്പോൾ എന്താ ഗാൻജറ്റിക് പ്ലെയിൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഏരിയാസാണ് അല്ലേ? ശിവാലിക്സ് കൊണ്ട് ഗാൻജറ്റിക് പ്ലെയിൻസിന്റെ ഏരിയയുമായിട്ട് വരുന്ന ഭാഗങ്ങളാണ് യു പി എന്നൊക്കെ പറയുന്നത്. സെൻട്രൽ ഇന്ത്യ എന്തുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ ഉത്തരം. കാരണം അവിടെ ഈ എലിഫന്റിന് സുഖമായിട്ട് താമസിക്കാൻ പറ്റും. നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൽ കാണുന്ന പോലെ തിക്ക് ഫോറസ്റ്റുകളല്ല അവിടെ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ സെൻട്രൽ ഇന്ത്യ ഒഴിവാക്കി ശിവാലിക്സിലേക്ക് എൻ്റെ മനസ്സ് വരാനുള്ള സാധ്യത കൂടുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ വിൽ ചൂസ് 2, 1, 4, 3 എന്ന് പറയുന്ന ഓപ്ഷനെ ഞാൻ എക്സാം ഹോളിൽ ഇരിക്കുകയാണെങ്കിൽ ലോജിക്കലി എടുക്കത്തുള്ളൂ. 2, 1, 4, 3, അതായത് വെസ്റ്റേൺ ഗാട്സിൽ ഏറ്റവും കൂടുതൽ, നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് ബ്രഹ്മപുത്ര ഫ്ലഡ് പ്ലെയിൻസ് രണ്ടാമത്, മൂന്നാമത് വരുന്നത് ശിവാലിക് ഹിൽസ് ആൻഡ് ഗാൻജറ്റിക് പ്ലെയിൻസ്, ആൻഡ് ലാസ്റ്റിൽ മാത്രമായിരിക്കും സെൻട്രൽ ഇന്ത്യ ആൻഡ് ഈസ്റ്റേൺ ഗാട്സിന് കൊടുക്കുക. നോക്കൂ, വെസ്റ്റേൺ ഗാട്സ് ഫാക്ട് ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സിൽ മോർ ദാൻ 11,000 എലിഫൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കർണാടക, ദെൻ തമിഴ്നാടു, ദെൻ കേരള. നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് ബ്രഹ്മപുത്ര ഫ്ലഡ് പ്ലെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 6,500 എലിഫൻസ് ഉണ്ട്. ശിവാലിക് ആൻഡ് ഗാൻജറ്റിക് പ്ലെയിൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 2,000 ഉണ്ട്. ആൻഡ് സെൻട്രൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1,891 ആണുള്ളത്. സോ ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ അടിപൊളിയായിരിക്കും.